ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ആവർത്തന പുസ്തകം 26-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. 26-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ, നിലത്ത് നീ കൃഷി ചെയ്തിട്ട് ദൈവം നിനക്ക് സമൃദ്ധമായ അനുഗ്രഹങ്ങളെ നൽകുമ്പോൾ അതിൻ്റെ വിഹിതം ദശാംശം നീ ഒരു കുട്ടയിലാക്കി പുരോഹിതൻ്റെ അടുത്ത് അത് കൊണ്ടുവരണം. അപ്പോൾ പുരോഹിതൻ അത് വാങ്ങി ദൈവത്തിൻ്റെ വിശുദ്ധ സ്ഥലത്ത് അത് വെക്കണം. അതിനുശേഷം നീ പറയണം, ഞങ്ങളുടെ പിതാക്കന്മാർ വർഷങ്ങളായി നൂറ്റാണ്ടുകളായി അടിമത്തത്തിലായിരുന്നെന്നും അവിടെ ഒരുപാട് പീഡ അവർ സഹിച്ചുവെന്നും എന്നാൽ ദൈവം അത്ഭുതകരമായി അവരെ അവിടുന്ന് വിടുവിച്ചെന്നും പാലും തേനും ഒഴുകുന്ന ഈ ദേശം ഞങ്ങൾക്ക് വാഗ്ദത്തം നൽകിയ ദൈവം യഥാകാലം അത് ഞങ്ങൾക്ക് നൽകിയെന്നും ആ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഈ സമൃദ്ധി ഉണ്ടായതെന്നും നീ അത് ഏറ്റുപറയണം. അങ്ങനെ ദൈവത്തിന് നീ നന്ദി രേഖപ്പെടുത്തണം. നീ അതിൽ സന്തോഷിക്കണം. നിൻ്റെ ഈ ദശാംശം വാങ്ങി സമർപ്പിക്കുന്ന ലേവ്യരുൾപ്പെടെ എല്ലാവരും അത് സന്തോഷിക്കുന്ന അനുഭവം ഉണ്ടാകണം. എന്തുകൊണ്ടെന്നാൽ ദൈവത്തെ നിങ്ങൾ മറക്കാതിരിക്കുന്നതിനാണ്. പ്രിയമുള്ളവരെ, അതെന്തുകൊണ്ടെന്നാൽ നിൻ്റെ വിളവുകൾ നിനക്കുണ്ടാകുമ്പോൾ നിൻ്റെ ബുദ്ധി കൊണ്ടോ നിൻ്റെ കഴിവ് കൊണ്ടോ നിൻ്റെ അധ്വാനം കൊണ്ടോ അത് ഉണ്ടായി എന്നതിനേക്കാൾ ദൈവം അനുഗ്രഹിച്ചതാണെന്നുള്ള ബോധ്യമുണ്ടാകുന്നതിനാണ് അപ്രകാരം ചെയ്യുന്നത്. ഇന്ന് ആധുനിക കാലത്തെ മനുഷ്യന് എല്ലാ തലങ്ങളിലും സമൃദ്ധി ഉണ്ടാകുമ്പോൾ, വിജയമുണ്ടാകുമ്പോൾ അവരവരുടെ കഴിവ് മാത്രമായി അതിനെ നമ്മൾ പ്രകീർത്തിച്ച് കേൾക്കാറുണ്ട്. എന്നാൽ ഒരുവന് ബുദ്ധി ഉണ്ടെങ്കിൽ ദൈവം നൽകുന്നതാണ്, സാഹചര്യമുണ്ടെങ്കിൽ ദൈവം നമുക്ക് നൽകുന്നതാണ്. ആ ദൈവത്തെ മറന്നുകൊണ്ടുള്ള മനുഷ്യൻ്റെ ചിന്തകളും പ്രവൃത്തികളും ആത്യന്തികമായി അത് ദോഷവും നാശവുമാണ്. എല്ലാറ്റിനേക്കാൾ ഉപരിയായി ദൈവം നമുക്കറിയാം, ഈ അധ്യായങ്ങളിലൊക്കെ ഒരു കാര്യമേ ആവശ്യപ്പെടുന്നുള്ളൂ: ദൈവത്തോടുള്ള ബന്ധം നിലനിർത്തുക, ദൈവത്തിന് നന്ദി രേഖപ്പെടുത്തുക, ദൈവത്തെ സ്നേഹിക്കുക. നമ്മുടെ പിതാക്കന്മാരുടെയൊക്കെ കാലത്ത് അവർക്ക് ലഭിക്കുന്നതിനൊക്കെ അവർ ദശാംശം കൊടുത്ത് അവരെപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തിയും പ്രാർത്ഥിച്ചുമൊക്കെയാണ് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും അവർ ഏർപ്പെട്ടിരുന്നതെന്ന് നമുക്ക് അവരുടെ ശിക്ഷണത്തിൽ വളർന്നിട്ടുള്ള എല്ലാ മക്കൾക്കും അറിയാം. എന്നാൽ ഇന്ന് ആ രീതി മാറി എൻ്റെ കഴിവ് കൊണ്ടും എൻ്റെ ശക്തി കൊണ്ടും എൻ്റെ പ്രാഗൽഭ്യം കൊണ്ടും ഞാനെല്ലാം കരഗതമാക്കുന്നുവെന്നുള്ള അഹന്ത മനുഷ്യ മനസ്സിൽ വന്നിട്ട് ദൈവത്തെ മറന്നുകൊണ്ട് ഇന്ന് ജീവിക്കുന്നതായ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഇന്ന്. അതിൽ വ്യത്യസ്തമായി ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴാണ് നമുക്ക് നമ്മുടെ തലമുറകൾക്കും അത് അനുഗ്രഹകരമായി തീരുന്നത് എന്നുള്ള കാര്യം ഒരിക്കലും നമ്മൾ മറന്നുകൂടാ. ഏത് വിളവുകൾ നമ്മൾ വിതച്ചാലും, എത്ര ബുദ്ധിപരമായി നമ്മൾ പ്രവർത്തിച്ചാലും, ഏത് സാഹചര്യത്തിൽ നമ്മൾ പ്രവർത്തിച്ചാലും അവിടെ എല്ലാം ഫലം തരുന്നവൻ സർവശക്തനായ ദൈവമാണ്. അനുകൂലമായ കാലാവസ്ഥകളെ, അനുകൂലമായ സാഹചര്യങ്ങളെ ഒക്കെ ദൈവം നമുക്ക് നൽകുന്നു. അതുകൊണ്ട് മാത്രമാണ് നമുക്കതിൽ നിന്ന് ഫലം ലഭിക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഇതിനു മുൻപുണ്ടായ വെള്ളപ്പൊക്കത്തിൻ്റെ കാലത്തൊക്കെ എല്ലാം നശിച്ച സാഹചര്യത്തിൽ മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ടോ മനുഷ്യൻ്റെ വൈഭവം കൊണ്ടോ അവനൊന്നും നേടാൻ സാധിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് ആ ദൈവത്തെ എപ്പോഴും ഓർക്കുവാനുള്ള ഒരു വലിയ ക്രമീകരണം ഇതിലൂടെ നമുക്ക് കാണാവുന്നതാണ്. ഇത് പറയുന്നത്, ദശാംശത്തിൻ്റെ 3-ാം വർഷം നീ ആ ദശാംശം നീ ശേഖരിച്ച് ലേവ്യർക്കും അനാഥർക്കും വിധവകൾക്കും നീ അത് നൽകണം. കാരണം അവർക്കാർക്കും ഈ ഭൂമിയിൽ സ്വന്തമായി ദേശമില്ല, കൃഷി ചെയ്യാനുള്ള സംവിധാനമില്ല. അപ്പം നീ അത് അവരുടെ എല്ലാ ഇതിനു മുമ്പുള്ള അധ്യായങ്ങളൊക്കെ നമ്മളിത് കാണുന്നുണ്ട്. ലേവ്യർ അവർക്ക് അവകാശം കൊടുത്തിട്ടില്ല, മറ്റുള്ള ദശാംശം അവർക്ക് നൽകണം. 2, അനാഥർ, അവർക്ക് സ്വന്തമായി ഭൂമിയില്ല. 1, വിധവകൾ സ്ഥലമുണ്ടെങ്കിൽ പോലും അവരെ കൊണ്ട് അവിടെ കൃഷി ചെയ്യാനാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെ പ്രത്യേകം കരുതണം. ഈ അധ്യായങ്ങളൊക്കെ നമ്മൾ കാണുന്നത്
ഇല്ലാത്തവനോടുള്ള ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും കാരുണ്യവും നിരന്തരമായി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ദൈവം എപ്പോഴും അങ്ങനെയുള്ളവരുടെ കൂടെയാണ്. അവരെ നമ്മൾ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നതാണ് ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിന് നൽകുന്നതായും ദൈവം പരിഗണിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. അപ്പം അതനുസരിച്ച് ജീവിപ്പാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ്. 16-ാം വാക്യം മുതൽ പറയുന്ന ദൈവം നൽകിയതായ ചട്ടങ്ങളും പ്രമാണങ്ങളും നീ അനുസരിക്കുമ്പോൾ, അത് നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും നീ അനുസരിക്കുമ്പോൾ അപ്പോഴാണ് അവിടുത്തെ സ്വരം നീ കേൾക്കുന്നത്. സകല സൃഷ്ടികളിൽ വെച്ച് സകല ജാതികളിലും വെച്ച് ദൈവം നിനക്ക് വലിയ നാമവും ഉന്നതമായ നാമവും ബഹുമതിയും ദൈവം നിങ്ങൾക്ക് നൽകും. അങ്ങനെ നിങ്ങൾ ദൈവത്തിൻ്റെ വിശുദ്ധ ജനമായി തീരും. അപ്പോൾ ദൈവത്തെ അനുസരിക്കുന്നതിലൂടെ, ദൈവത്തിന് വിധേയപ്പെടുന്നതിലൂടെയാണ് കാരണം ദൈവം വിശുദ്ധനാണ്, നിങ്ങളും വിശുദ്ധരായിരിക്കണം. അത് ദൈവവുമായുള്ള ബന്ധത്തിലാണ് നിങ്ങളെപ്പോഴും ജീവിക്കണമെന്നുള്ള വലിയ ആഹ്വാനം ഇവിടെ നൽകുകയാണ്. ഇത് ചുരുക്കത്തിൽ, ദൈവം ആർക്കും ഒരിക്കലും ഒന്നിനും ഒരു കടക്കാരനായിരിക്കുകയില്ല. തന്നെ സ്നേഹിക്കുന്നവർക്കും അല്ലെങ്കിൽ അവരുടെ തലമുറകളെയും ദൈവം കാത്തു പരിപാലിക്കുമെന്നുള്ള വലിയ വാഗ്ദത്തം ദൈവം ഇവിടെ നൽകുകയാണ്, മോശെ മുഖാന്തരം ചെയ്യുന്നത് നമ്മൾ ഓർക്കുക. അതുകൊണ്ട് ആ ദൈവത്തെ സ്നേഹിച്ച് നമുക്ക് ജന്മം നൽകി നമ്മൾ ഈ ഭൂമിയിലായിരിക്കാൻ തക്കവണ്ണം നമുക്ക് നല്ല സാഹചര്യങ്ങൾ ഒരുക്കിയതായ ആ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും സ്നേഹിക്കുവാനും ആ ദൈവികമായ കൽപ്പനയ്ക്ക് വിധേയമായി ജീവിക്കുവാനും ദൈവമേ, പരിശുദ്ധാത്മാവെ ശക്തീകരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.